എൻ്റെ പേര് തങ്കച്ചൻ. കൃഷിയാണ് ചെയ്യുന്നത്. ഇടുക്കിയിലാണ് കൃഷിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കൃഷി കഴിഞ്ഞ കൊല്ലം നമുക്ക് വൻ പരാജയമായിരുന്നു. കൃഷി നശിച്ചു, കംപ്ലീറ്റ് വേനൽ കാരണം നശിച്ചു പോയിട്ട് ആ കൃഷി വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ ഇരിക്കുമായിരുന്നു. എന്നുവെച്ചാൽ ചെടി മൊത്തം വെട്ടി ഒന്നേന്ന് റീപ്ലാന്റ് ചെയ്യണം എന്നുള്ള അവസ്ഥയിലായിരുന്നു. 1-2 ചിമ്പുകൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ചെടി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഹരിത സഞ്ജീവനി എന്ന നമ്മുടെ RCMൻ്റെ ഹരിത സഞ്ജീവനി പരിചയപ്പെടുന്നത്. അങ്ങനെ ഹരിത സഞ്ജീവനി പരിചയപ്പെട്ട് ആദ്യമായിട്ട് ഞാനൊന്ന് പരീക്ഷിക്കാം എന്നുള്ള ഇതിൽ ചെയ്തു നോക്കി. ആദ്യം ഒരു 10-20 ചെടിക്കാണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പം ഒരു 10-20 ദിവസം കഴിഞ്ഞതിന് ശേഷം നല്ല റിസൾട്ട് കണ്ടു. എന്നത് ശരിയായ രീതിയിൽ വേരോടുകയും അതുപോലെ തന്നെ അതിന് ശേഷം അത് 2-3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ ഇലയ്ക്ക് അടിച്ചു കൊടുത്തു. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പം നല്ല റിസൾട്ട് എനിക്ക് ആ ഒരു മാസം 1.5 മാസം കൊണ്ട് നല്ല റിസൾട്ട് കാണാൻ പറ്റി. അതിനുശേഷം എനിക്ക് 3.5 ഏക്കറാണുള്ളത്. ആ 3.5 ഏക്കറും ഫുള്ളായിട്ട് ഞാൻ ഹരിത സഞ്ജീവനി ഉപയോഗിച്ചു. അതിൻ്റെ റിസൾട്ടാണ് എനിക്കിപ്പം ഈ കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് ഈ റിസൾട്ടിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല മാറ്റമുണ്ട്. ചെടിയെല്ലാം നല്ല ഡെവലപ്പായിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ഇതേ രീതിയിൽ ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് ഈ രീതിയിലാക്കിയെടുക്കാൻ സാധിച്ചു. ഞാൻ ഒന്നേന്ന് റീപ്ലാന്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്കിത് ഉണ്ടാവുകയില്ലായിരുന്നു. ഈ വളം പരിചയപ്പെട്ടതിൻ്റെ പേരിൽ മാത്രമാണ് എനിക്ക് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടായത്. അത് ഞാൻ അതിനെ ഹരിത സഞ്ജീവനി RCMലേക്ക് എനിക്ക് ഭയങ്കര എത്ര പറഞ്ഞാലും മതിയാവാത്ത രീതിയിലുള്ള സന്തോഷം ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ കായ്കൾ ഇതിൽ ഇപ്പം നല്ല ബോൾട്ട് കായുമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ കൊത്തുകളിൽ കായ്ക്ക് നല്ല എണ്ണം കിട്ടുന്നുണ്ട്. ആവറേജ് ഒരുപോലെ തന്നെയുള്ള ബോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സാധാരണ ഇത്രയും ബോൾട്ട് നമുക്ക് കിട്ടാറില്ലായിരുന്നു. ഇപ്പം നല്ല ബോൾട്ടും ഉണ്ട്. അതുപോലെ തന്നെ കൊത്ത് കൂടുതൽ പൊഴിഞ്ഞിട്ടില്ല, കൊത്ത് കിട്ടുന്നുണ്ട്. എണ്ണം കൂടുതലുണ്ട്. കൊത്തടുപ്പം വളരെ അടുത്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഉള്ള ഇത് കിട്ടും. നമുക്ക് ഇതിൽ നിന്ന് ഒരു കായ എടുത്തൊന്ന് പൊട്ടിച്ച് നോക്കാം. നാല് 4 6 8 10 12 14 16 18 20 22 23 അരിയുണ്ട്. 23-24 അരി വരുന്നുണ്ട് ഇപ്പം. നേരത്തെ നമുക്ക് തീർത്ത് ചെറിയ കായായിരുന്നു, വലിപ്പമില്ലായിരുന്നു കായ്ക്ക്. അരിയുടെ എണ്ണം വളരെ കുറവായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം 22-24 അരി നമുക്ക് ഇപ്പം നിലവിൽ കിട്ടുന്നുണ്ട്. അത് ആവറേജ് ഇനി നിൽക്കുന്ന കായ്ക്കാണ് പഴുത്ത കായല്ലായിരുന്നു. ഇനി നിൽക്കുന്ന കായ്ക്കാണ് കൂടുതൽ വലിപ്പം ഉള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ അരി എണ്ണം കാണാൻ സാധ്യതയുണ്ട്. 26-28 അരി കാണുമെന്ന് എനിക്ക് തോന്നുന്നു, കായയുടെ വലിപ്പം കണ്ടിട്ട്. സാധാരണഗതിയിൽ എനിക്ക് ഇത്രയും വലിയ വലിപ്പമുള്ള കായ ഉണ്ടാകാറില്ലായിരുന്നു. ചെറിയ കായായിരുന്നു. ഇത്രയും വെയിറ്റ് കിട്ടാറില്ലായിരുന്നു കായ്ക്ക്. ഇപ്പം കായ്ക്ക് വെയിറ്റ് ഉണ്ട്. എണ്ണവും അതുപോലെ കൊത്താൽ കൂടുതൽ എണ്ണവും പിടിച്ചിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് ഇപ്പോൾ ഇതിൽ നിന്നുണ്ടായ അനുഭവം.